ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കുന്റെ ഡേ ഇൻ ലൈഫായിട്ടാണ്. 7:30ക്കാണ് ഞാൻ ചിക്കുനെ കൂട്ടുന്നത് പുറത്തെടുക്കുക. അത് അപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇടയിലൊക്കെ അത് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വിളിക്കും. നമ്മൾ സപ്പോസ് 7:30 കഴിഞ്ഞ് ലേറ്റ് ആയാൽ അത് തന്നെ നമ്മൾ വിളിക്കാറുണ്ട്. ടൈം തന്നെ പുറത്തെടുക്കുക പറഞ്ഞിട്ട് അത് തന്നെ വിളിക്കും. അപ്പൊ ഇപ്പൊ അതിനെ പുറത്ത് എടുക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചിക്കുന്റെ അടുത്തേക്ക് പോവാം. അപ്പൊ നമ്മൾ രാത്രിയാകുമ്പോൾ ചിക്കുന്റെ കൂടെ ഇതെങ്ങനെയാണ് കവർ ചെയ്തിട്ട് ഫുള്ള് കവർ ചെയ്തിട്ട് വെക്കുക. ചിക്കുട്ടി എണീച്ചാ ബോഞ്ചു വന്നാ വാ. ചിക്കു എങ്ങനെ വരുന്നത് നോക്കട്ടെ. ചിക്കു എങ്ങനെ വരുന്നത് നോക്കട്ടെ. വാ വാട ചിക്കു. ഉമ്പാ ചുന്തിരി കുട്ടി നിഞ്ചൻ ഉമ്മ ഉമ്മ. ചിക്കുക്കുട്ടി ചിക്കുക്കുട്ടി ഗുഡ് മോർണിംഗ് പറ കുട്ടി. ചിക്കു അപ്പിയിട ചിക്കു. ചിക്കു എങ്ങനെ അപ്പിയിടണ്? അപ്പിയിട്ടിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ചിക്കു അപ്പിയിട് അപ്പിയിട് ചിക്കു. എവിടേക്ക് 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 എവിടേക്കാണ് ചിക്കു? എവിടേക്ക്? ചിക്കു എവിടേക്ക്? കുറുവി കാട്ടണ്ട. അപ്പിയിട്ടിട്ട് ഇടറ. ചിക്കു അപ്പിയിട്. എന്താണ് രാവിലെ എണീറ്റിട്ട് അപ്പി വരുന്നില്ലേ കുട്ടിക്ക്? കുട്ടിക്ക് രാവിലെ എണീറ്റിട്ട് അപ്പി വരുന്നില്ലേ? അമ്പാടാ അപ്പിയിടറ കുറുമ്പേ. അടി വേണോ ചിക്കുന് നിനക്ക്? അടി വേണോ നിനക്ക്? വേണോന്ന്? അപ്പിയിട്. ഓ അപ്പിയിടട്ടെ അപ്പി. എങ്ങനെ ചിക്കു അപ്പിയിടുന്നു? അപ്പി വരട്ടെ അപ്പി. ട്രൈ ട്രൈ. ചിക്കു അപ്പിട്. ചിക്കു അങ്ങനെ അപ്പിയിട്ട് നമ്മുടെ അപ്പിയിട്ട് വെച്ചാ ഗുഡ്. ഇനി ഉമ്മ ഉമ്മ സുന്ദരി കുട്ടി ഒരു ഉമ്മ. ജിക്കു ചിക്കു ഉമ്മ. ജിക്കു ചിക്കു ഉമ്മ. തോളിരുന്നു. ഇനി അവിടെ മിണ്ടാതിരുന്നോണ്ട് കേട്ടാ. എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല പണി ചെയ്യുമ്പോ കേട്ടാ. എന്നെ എന്തിനു കടിച്ചോ? അടി കിട്ടും കടിച്ചോ. അപ്പൊ രാവിലെ ഞാൻ ചിക്കുവിനെ ഒരു 15 മിനിറ്റ്സ് ഹാഫ് ആൻ അവർ പുറത്തു വിടുന്നു. എന്താന്ന് വെച്ചാൽ മോൾക്ക് സ്കൂളിൽ പോവാൻ ടൈം ആവും. അപ്പൊ അവളെ റെഡിയാക്കണം, അവളുടെ കൂടെ നിൽക്കണം. ഇനി ചിക്കുവിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ ടൈം ഫുള്ള് വേസ്റ്റ് ചെയ്യും. കുറച്ചു നേരം അങ്ങനെ അടുക്കളയിൽ എന്നെ ചിക്കു സഹായിക്കാൻ കുറച്ചു നേരമൊക്കെ വരും. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കൂട്ടിലാക്കും. കൂട്ടിലാക്കിയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് കാരണം അവൾ ഒരു പണിയും ചെയ്യാനായിട്ടില്ല. ഇതുപോലെ ആയിരിക്കും. എന്റെ കേബേജ് മുഴുവൻ എടുത്തിട്ട് കൊണ്ട് കയ്യിൽ പിടിച്ച് കഴിക്കില്ല അവള്. താഴെ ഇടും. ഇത്രയും വലിയ പീസ് എടുത്ത് കഴിക്കും. ഇപ്പൊ താഴെ ഇടും. അതെ, ഇനി ഞാൻ എടുത്തു കൊടുക്കണം. എന്ത്? ആരാ താഴെ ഇടാൻ പറഞ്ഞത്? താഴെയിട്ട് നീ എടുത്തരില്ല. കയ്യിൽ പിടിച്ചു കഴിക്ക്. തൊള്ളിരിക്ക ചിക്കു. ഇതാണ് രാവിലത്തെ ഞങ്ങളുടെ എന്നത്തെയും പരിപാടി. ഇന്ന് അമ്മ സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ടിരിക്കണത്. അവരൊന്നും എണീറ്റിട്ട് പോലുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഫ്രീ ആയിട്ട് ചിക്കുനും കൊണ്ട് വീഡിയോ എടുക്കാന്ന്. അമ്മ കത്തിയുണ്ട് ചിക്കു. എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലത്. ചിക്കു ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് കൂട്ടി പോവാ സുന്ദരി കുട്ടി. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതൊരു 15 മിനിറ്റ്സ് തൊട്ടേ അപ്പിയിടും. അപ്പൊ ഞാൻ രാവിലെ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം പുറത്ത് വിടുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അതിനെ അപ്പിടിപ്പിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ പുറത്തവിടെയും കൊണ്ടുപോയി ഇടും. ഇപ്പൊ സമയം ചിക്കുനെ പുറത്ത് വിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഞാൻ ചിക്കുനെ കൂട്ടിലാക്കാൻ പോകും. ബാടാ ചിക്കു ബാ. കണ്ട വിളിച്ചാൽ വരില്ല. എന്നെ ആൾ കേബേജ് ഇഷ്ടപ്പെട്ടു വരില്ല എന്ന് പറഞ്ഞാൽ കടിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വരാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ കടിക്കും ആള്. അതിലെന്താ നോക്ക് ചിക്കു. ഇത് കണ്ടോ ചിക്കുന്റെ വാലാണ്. ഇത് സീഡാണ്. അപ്പൊ അതിന് ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ അതിനെ കൂട്ടിലാക്കുന്നത്. അല്ലാതെ പിടിച്ചു കൂട്ടിലാക്കുന്നത് വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല. വാ ചിക്കു കുട്ടി വാ. ഇവിടെ നിൽക്ക് ഇവിടെ. അപ്പൊ ചിക്കുനെ എങ്ങനെ കൂട്ടിലാക്കുന്നുള്ള ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സീഡ് എടുത്തിട്ട് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു സീഡ് കാണിച്ചു കൊടുക്കും. ഇത് കഴിക്കാൻ വേണ്ടി വരും. എങ്ങനെയാണ് കാണിച്ചു തരാം. അങ്ങനെയാണ് ഞാൻ കൂട്ടിലാക്കുന്നത്. ചിക്കു വാടാ. ചിക്കുട്ടി വാ. ഇതെവിടെയാന്ന് നോക്ക്. അമ്പോ നീ കഴിക്കും.
അതിനകത്ത് ഓൾറെഡി സീഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഞാൻ സീഡ് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് നേരം അതങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നോളൂ. കൂട്ടിനകത്തുള്ള ഫുഡൊക്കെ എടുത്തത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം 9:30 കഴിഞ്ഞു. ഞാൻ ചിക്കൂന് രാവിലെ 9 മണി കഴിഞ്ഞ് ഈ ഫുഡാണ് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് അപ്പോൾ ഈ ഫുഡ് ഒരു സ്പൂൺ കുറച്ച് ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ എപ്പോഴും ഈ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് കട്ടിക്ക് ഫുഡ് തന്നെ ഈ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ചിക്കൂന് ഫുഡും വെള്ളം എന്താ കാര്യം? എന്താണ് കാര്യം? ഫുഡ് കഴിച്ചാണ് സുന്ദരി ചിക്കു ഫുഡ് കഴിച്ചാണ്. ആണോ? ആ ഫുഡ് ഇഷ്ടപ്പെട്ടാ? ചിക്കുന് ഫുഡ് ഇഷ്ടപ്പെട്ടാ? വരണ ചിക്കുന് ഇതാരാ പുറത്ത് വന്നിരിക്കണത്? ചിക്കു എവിടെ പുറത്ത് വന്ന്? ചിക്കു സുന്ദരി എവിടെ പോയി നിന്ന്? ചിക്കു എവിടെയാണ്? ചിക്കു എവിടെ പോയി നിൽക്കണം? എൻ്റെ സുന്ദരിക്കുട്ടി, എൻ്റെ സുന്ദരിക്കുട്ടി എവിടെയാണ്? സെക്കൻഡ് ടൈം നമ്മൾ പുറത്ത് പോകുമ്പോൾ ചിക്കുവിന് നമ്മൾ 1 മണിക്കൂറിൽ കൂടുതലൊക്കെ കൂടെ. അതിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കിപ്പോൾ ജോലി ഉണ്ടെങ്കിൽ. പിന്നെ മിക്കവാറും ഇന്ന് സാറ്റർഡേ എന്നുകൊണ്ടാണ് മോള്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ അവൾ എൻ്റെ കൂടെ തന്നെ, ഞാൻ എന്ത് പണിയാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ, എൻ്റെ തോളിൽ നിന്ന് ഇറങ്ങേയില്ല. അങ്ങനെയാണ് എൻ്റെ ഈ ചിക്കുക്കുട്ടി. ഉമ്മതാടാ ചിക്കുമ്മ, എൻ്റെ ചിക്കു ഒരു ഉമ്മതാ. ഉമ്മ തരുമോ ചിക്കു? ഉമ്മ ചിക്കു തരണം. അമ്മ ചേച്ചൊരു മതി. എന്തൊരു കുട്ടി അമ്മൂന് ഒരു ഉമ്മ കൊടുക്കും. അമ്മൂന് എനിക്ക് ഉമ്മ തരുള്ളൂ. അമ്മൂനില്ലേ ഉമ്മ? അമ്മൂനൊരു ഉമ്മ കൊടുക്കും. അമ്മൂനൊരു ഉമ്മ കൊടുക്കണം. ചിക്കു എൻ്റെ കമ്മൽ അടിച്ചാൽ നിനക്ക് അടി കിട്ടൂട്ടോ. ചിക്കു എൻ്റെ കമ്മൽ വെറുതെ കടിക്കണം. നിനക്ക് അടി വേണോ നിനക്ക്? അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതിനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ കൂടൊന്ന് വൃത്തിയാക്കുന്നതായിരിക്കും. പിന്നെ അപ്പോൾ ഞാൻ കൂടെ അതിൻ്റെ വൃത്തിയാക്കിയിട്ട് വരാം. ചിക്കു ഇവിടെ കളിച്ചു കേട്ടോ നല്ല കുട്ടിയായിട്ട്. അങ്ങനെ കുറുമ്പാണ് അതിന്, കുറുമ്പിക്കാരി. പിന്നെ ചിക്കുവിൻ്റെ ഫേവറേറ്റ് പറയണതാ ഇങ്ങനെ മുടിൻ്റെ ഉള്ളിൽ പോയിരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. പൊയ്ക്കോ, ഞാൻ ഡിസ്റ്റർബ് ഒന്നും ചെയ്യില്ല. പൊയ്ക്കോ. എങ്ങനെയാണ് കുട്ടി ഉള്ളിൽ പോകണം? മുടിൻ്റെ ഉള്ളിൽ പോപ്പോ. എങ്ങനെയാണ് മുടിൻ്റെ ഉള്ളിൽ പോയത്? കാണിച്ചാ? കണ്ട. അപ്പോൾ ചിക്കുവിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ അടിച്ചു വരുവാണെങ്കിൽ പാത്രം കഴുകുകയാണെങ്കിൽ എല്ലാം എൻ്റെ കൂടെ വന്ന് നിൽക്കും. എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ അടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ പണി കഴിഞ്ഞിട്ട് ചിക്കുവിനെ പുറത്ത് വിട്ടുള്ളൂ. ചിക്കു എൻ്റെ മുഖത്ത് കൂടെ ഇറങ്ങാൻ പാടില്ലടാ. ചിക്കു എനിക്ക് വേദന എടുക്കുക. എന്തിനാ കടിക്കണെന്നെ? ചുക്കു 5 മിനിറ്റ്സ് കിട്ടും. ബാക്കി ഞാൻ കട്ട് ചെയ്ത് മനസ്സിലായി. അബ്ബാ എന്നെ കടിക്കുന്നു നോക്ക്. കുറുമ്പി എന്താ വേണ്ട നിനക്ക്? നടന്നു അപ്പോൾ ഇടയ്ക്കൊക്കെ ദച്ചിക്കും ഇങ്ങനെ സ്റ്റൈലായിട്ട് നടക്കാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ. ചിക്കുവിനെ കുളിപ്പിക്കുന്നത് നമ്മളിങ്ങനെയാണ്. നമ്മൾ അതിന് കുളിക്കാൻ തോന്നിയാൽ മാത്രമേ കുളിക്കുള്ളൂ. നമ്മൾ വെള്ളം കുടിച്ചാൽ അത് കുളിക്കാൻ തോന്നിയതിന് കുളിക്കും. കുളിക്കാൻ തോന്നിയതിന് അസൽ വെള്ളത്തിനകത്ത് ഇറങ്ങിയില്ല. പിന്നെ കുളിക്കുന്നതിന് ഇന്ന സമയമൊന്നുമില്ല. ചിലപ്പോൾ രാവിലെ തോന്നിയാൽ രാവിലെ കുളിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും, ചിലപ്പോൾ വൈകിട്ടായിരിക്കും. ചിക്കുക്കുട്ടി കുളിക്കണാ? ചിക്കു എങ്ങനെയാണ് കുളിക്കണം? കുളി കഴിഞ്ഞാ ചിക്കുവിൻ്റെ? ഗുഡായിട്ട് കുളിക്ക്. നമ്മൾ ചിക്കുവിൻ്റെ ചിറകൊന്നും വെട്ടിയിട്ടില്ല. പുറത്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ നല്ലോണം പറക്കും. എന്ത് വേണം ചാച്ച? വേണോ? എന്ത് വേണം? മതി. ഓ ജുജുസ് കുട്ടി. ചാച്ച ചിക്കു കുളി കഴിഞ്ഞ് കുളിച്ചാണ്. എന്നെ കടിച്ചാൽ നിനക്ക് അടി കിട്ടൂട്ടാ. കടിക്കണം. നിന്നെ കൂട്ടിലാക്കും ഞാൻ. പറഞ്ഞ കെട്ടില്ലെങ്കിൽ കൂട്ടിലാക്കും ചിക്കു. പറഞ്ഞ കെട്ടില്ലെങ്കിൽ ചിക്കുനെ കൂട്ടിലാക്കും കേട്ടാ. നിൽക്കും. അപ്പം ചിക്കു ഗുഡ് നൈറ്റ് ഇട. ചിക്കു ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.